താങ്ങാവണ കൈ നമ്മളട വീണേടം ഓണേടം പറുദീസ ഗമപദനി സരിഗര ഗമരേസ എലൈസ 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 എങ്ങന്തായിക്ക് വളം വാങ്ങിക്കണ്ടായോ? വളം വളം എന്നതാ ചെങ്ങന്തായിക്ക് വളം വാങ്ങിക്കണ്ടായോ? കൊടയോ കൊടയല്ല വാങ്ങി ചുണ്ടനക്കുക. എന്തായാലും കാര്യം ഉണ്ടെങ്കിൽ പറയട്ടായോ? കാര്യം പറഞ്ഞാലും കേൾക്കത്തില്ല. അടുത്ത പറയുമ്പോ വേറെ ഏതാണ്ട് പറഞ്ഞോണ്ടിരിക്കുക എന്നുള്ളൊരു ഇതാ. കാണിക്കുവാടി ഇല്ലാത്തെന്തോ കാണിക്കുക. എന്റെ അടിക്കാതെ പാമ്പ് കയറിയിട്ടുണ്ട്. ഞാൻ ആ താഴത്തെ വീട്ടിലെ പയ്യനോട് പറഞ്ഞപ്പം പയ്യൻ പറഞ്ഞത് ടോർച്ചടിച്ച് നോക്കാൻ പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം പറയാം. 2-3 ടോർച്ച് കൂടെ വേണ്ടി വരും. എന്തിനാ? കാരണം അത്രയ്ക്ക് വലിയൊരു പാമ്പ് ഇത് പോകുന്നോണം വരെ ഇത് അടിക്കണം. പിന്നെ വേറൊരു കാര്യം പറയട്ടെ. എവിടെ ഞാൻ അങ്ങോട്ട് പോവാ. പോകുമ്പം പാമ്പ് ഇതിനകത്തിരിപ്പുണ്ട്. ടോർച്ച് അടിച്ച് നിന്നോണം. അതെ എന്തുവാ ഓട്ടൊക്കെ വരുന്നു. ഓട്ടോയ്ക്ക് ആരാ വരുന്നേ? ഓട്ടത്ത് പോകുന്ന കാര്യമല്ല, പിന്നെ എലക്ഷൻ വരുന്ന. അത് പറയട്ടായോ? ഒരു പണി എല്ലാ പണി ഞാൻ ചെയ്യണം. എന്താ കാണിക്കുവാ? ഓട്ടോയ്ക്ക് ഇളയച്ചൻ വരുന്നു പറഞ്ഞില്ലയോ? തുടച്ചിടണ്ടായോ? കിളയ്ക്കാൻ പോകുന്ന കാര്യമല്ല പറഞ്ഞത്. കിളയ്ക്കാൻ പോയി. പിന്നെ വോട്ട് ചെയ്യണ്ടായോ? വോട്ട് ചെയ്യണ്ടായോ? ഞാനതാ പറഞ്ഞത്. ആൾക്കാരൊക്കെ കയറി വരും. വീട്ടിൽ ആരെങ്കിലും വേണ്ടായോ? വേണം. അതാ ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ സമയം അങ്ങോ പോവാ. ഇല്ലണ്ടായോ? ചില്ലണ്ടായോ? ചില്ലണ്ടായോ? രണ്ടേ അടിച്ചല്ലോ. വല്ലം തിന്നണ്ടായോ? ഇല്ല, തിന്നണ്ടായോ? ഒരു കാര്യം ചെയ്യേ. ഞാൻ അടുപ്പത്ത് അരി ഇട്ടിട്ടുണ്ട്. അത് നോക്കിക്കോണം. ഞാൻ താഴെ കടയിൽ പോയി വല്ലം വയറ് നിറച്ച് കഴിച്ചിട്ട് വരാം. എന്തുവാ? ഒരു കാര്യം പറയട്ടെ. നീയേ ഒരു കാര്യം ചെയ്. കടയിലെങ്ങാനും പോയി വല്ലം കഴിക്ക. ഞാൻ കുളിച്ചിട്ടാ പോകുന്ന മനുഷ്യ. കഴിച്ചോ? കരിഞ്ഞോ? ഞാൻ പറഞ്ഞില്ലേ അടുപ്പത്ത് കിടക്കണോ നോക്കണോ കണ്ട് കരിഞ്ഞെന്ന്. അവിടെ ഇരിക്കെ, ഞാൻ പോയി നോക്കിട്ടോ. ചുമ്മാ കടന്ന് വായ അലക്കത്തേ ഉള്ളൂ. കാര്യമൊന്നും പറയത്തില്ല. ഞാനെന്തോ പൊട്ടനാന്നോ? എത്ര കൊല്ലമായി? ഹലോ, ഞാൻ ചോദിച്ചത് നമുക്ക് ആ 10 വോട്ടും നമുക്ക് കിട്ടത്തില്ലയോ? ഇവിടെ 2 വോട്ടായിട്ട് ഞാൻ ഇവിടെ കയറി വന്നിട്ടുണ്ട്. ആ വീടുണ്ടെന്നല്ല പറഞ്ഞത്. അത് ഇപ്പം വീഴൊന്നും വേണം പറയാം. അതുപോലെ ഇരിക്കുക. പിന്നെ ഞാനൊരു നമ്പർ തരാം. മറ്റേ മെമ്പറെ ഒന്ന് വിളിച്ച് പറയണം. അപ്പം പറയാം 90 120 ഗ്ലാസ് ടച്ചിങ്. അതല്ല, 90 120 80 36 68. ഒന്ന് പറഞ്ഞേക്കണേ വോട്ടിങ് തരാന്. ഇവിടെ ഇപ്പം 2 പേരുണ്ട്. ഞാൻ അപ്പച്ചനും അമ്മച്ചും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ശരി, ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം. അച്ചായ, ഞാനേ റാന്നി പഞ്ചായത്തിൽ 9-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. അപ്പൊ വോട്ടിങ് തരണം. അത് പറയാനാ വന്നേ. സുഖമാണല്ലോ അല്ലയോ? മക്കളെ എന്തുവാ കാര്യം? എവിടുന്നാ വന്നേ? ഞാനേ പഞ്ചായത്ത് ഇലക്ഷന് നിൽക്കുന്നുണ്ട്. പട്ടാളത്തിൽ പോയോ? പട്ടാളത്തിൽ പോയോന്ന്. അമ്മച്ചി വന്നു. അമ്മച്ചി കൊള്ളാം. അമ്മച്ചി, എന്റെ പൊന്നു മോനെ, ഇത് കേട്ടിട്ട് ചെവിയും കേൾക്കത്തില്ല, കണ്ണും കാണത്തില്ല, വെടിവെച്ചാ പോകുകയെന്ന് പറയും. നല്ല ഭാഷയോടാ എന്ന് പറഞ്ഞത്. എന്താ പറഞ്ഞട്ടെ? ഞാനേ ഈ പ്രാവശ്യം റാന്നി പഞ്ചായത്തിൽ 9-ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുന്നു. അപ്പൊ വോട്ടിങ് തരണം. അത് പറയാനാ വന്നത്. സുഖമാണല്ലോ അല്ലയോ? മനസ്സിലായി. എന്തുവാ പറഞ്ഞ? എവിടുന്നാ വരുന്നേ? ഇതെന്തിയാ ചെവി വെക്കുന്ന? എന്തിയേ? കൈ കൊണ്ട് നടക്കാം. ചുമ്മാതല്ല, അതോടെ കയറ്റി വെച്ചേ. മറന്നുപോയി. ഇപ്പം പറഞ്ഞ മനസ്സിലാവും. അപ്പൊ ഉറക്കെ പറഞ്ഞാ മതി, എനിക്ക് കേക്കാം കേട്ടോ. ഞാൻ പറയട്ടെ, ഇത് നമ്മുടെ ലിസ്റ്റ്. നിങ്ങൾക്ക് ഇത്ര വോട്ടാണ് ഇവിടെ ഉള്ളത്. മനസ്സിലായോ? മനസ്സിലായി. പിന്നെ ഈ വീട് ഞാൻ പൊളിക്കും. കാര്യം പറ്റുന്നില്ല. അതല്ലെന്ന്, പൊളിച്ചിട്ട് 2 നില പണിത് തരാം. 2 നില പണിത് തരാം. എന്താടി 2 തവണ പണി തരാമെന്നാ പറഞ്ഞതോ? 2 തവണയല്ല, ഒറ്റ തവണ 1 നില. എന്തുവാ പറയുക കൂടുതൽ? എന്താ മോനെ, നീ ചുണ്ടനക്കാതെ എന്തുവാന്ന് വെച്ചാ കാര്യം പറ. ഒരു മിനിറ്റ്. റെജി സാന്ദ്ര ഇല്ലയോ? എന്തോ ഞാൻ പറഞ്ഞതേ, ഇങ്ങനെയാണ് ഞാൻ നിക്കത്തില്ല ഇലക്ഷന്. ഒരു 30 വീട് കയറേണ്ട സമയമാണ് നമ്മൾ ഈ ഒരു വീട്ടിൽ കളയുന്നത്. ഇത് കിട്ടിയെന്ന് പറയാം. ശരി.
അപ്പോഴേ എന്തിനാ വന്നേ കാര്യം പറ. ഓ, ഞാൻ വോട്ടിന് നിൽക്കുന്നു പഞ്ചായത്തിൽ. ഇപ്പൊ കേക്കാവോ? കേട്ടോ. ആ അപ്പൊ പോസ്റ്റ് ഒട്ടിച്ച് കഴിഞ്ഞു. പോസ്റ്റ് ഇട്ടെങ്കിൽ വലിയ നമുക്ക് ഇവിടെ ഒരു പോസ്റ്റ് ഇടണം. എവിടെ? നമുക്ക് കറണ്ട് കമ്പി ഇങ്ങോട്ട് വലിക്കണ്ടായോ? പോസ്റ്റ് ഒട്ടിച്ച് കഴിഞ്ഞെന്ന്. എല്ലാ പോസ്റ്ററേ ചിഹ്നം അത് കടയിൽ ഒട്ടിച്ചിട്ടുണ്ട്. ചിന്നക്കടയിൽ ആരെയാ വെട്ടി? ചിന്നക്കടയിൽ വെട്ടിയെന്നോ? പിന്നെ ദോസിനെ എന്നെ പൊന്നപ്പച്ച പറയുന്നത് ചെവി കേക്കത്തില്ല. ഞാൻ വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലയോ ചിന്നക്കടയിൽ എന്തോ പ്രശ്നമെന്ന് പറഞ്ഞത്. ചിന്നക്കടയിലല്ല, ചിഹ്നം കടയിൽ ഒട്ടിച്ചിട്ടുണ്ട്. വോട്ടങ്ങ് ചെയ്യണം. കേട്ടോ. പറഞ്ഞാൽ മതി. കേക്കാം. ഇങ്ങോട്ട് വന്നേ. അതും ഇതും പറഞ്ഞോണ്ട് നിൽക്കാതെ നീ എന്തിനാ വന്നേന്ന് കാര്യം പറ. ഞാൻ വോട്ടിന് നിൽക്കുന്നു. കഴിഞ്ഞ ഇവിടെ നിന്നേ മോളിയാ നിന്നേ. മോളിൽ നിന്നല്ലെന്ന്. ഞാൻ ഇപ്രാവശ്യം താഴെ നിൽക്കുന്നേ നമ്മുടെ വാർഡിൽ. ഞാൻ ചോദിച്ചു ഇവിടെ ആരെ കഴിഞ്ഞ വർഷം ഇലക്ഷൻ നിന്നത്. ഒന്ന് അടങ്ങിയിരിക്കാവോ? എന്തുവായത്? വോട്ടും വേണ്ട, ഒരു കുന്നം വേണ്ട. ഞാനൊക്കെ പോട്ടെ. കാര്യം പറഞ്ഞോ. ഇതുവരെ മനസ്സിലായില്ല മോനെ. കല്യാണോ? ഇവിടെ ഇത് ഞാൻ വല്ലാത്തോടത്താണ് വന്ന് കയറിയത്. അപ്പച്ചാ വോട്ടിക്ക് അന്ന് അത് നിങ്ങൾ അത് ചെവി എടുക്കാതെ ദേ രണ്ടിനെ ഞാൻ കൊണ്ടുപോവാം. ഞാൻ പറഞ്ഞതേ വോട്ടിന് ഞാൻ കൊണ്ടുപോവാം. ആഹാ. അപ്പൊ ഞങ്ങള് കുമരകത്ത് വന്ന് നിന്നാ മതിയോ? എന്തിനാ? വോട്ടിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞേ. ചാകും ഞാൻ. എടാ അതല്ല പറഞ്ഞേ. ഇവൾ ഈ പറയുന്ന കാര്യം ഞാൻ ഇങ്ങോട്ട് വാ. എന്നെ വിളിക്കാം. ഞാൻ പറഞ്ഞ അവനെ ഇങ്ങോട്ട് പോയി പോയത്. ഇങ്ങോട്ട് വാ. തരൂ. ഞാൻ പറയാം, നിങ്ങൾ ആദ്യം ഇത് കൊടയ്ക്ക് കുത്താമോ? കൊടയ്ക്ക് കുത്തണോ? നിന്നെയോ? അങ്ങാരല്ലെങ്കിൽ പിച്ചാത്തേക്ക് കുത്തം. അതല്ലെന്ന്. കൊട എന്റെ ചിഹ്നമാ. അതിനകത്ത് കുത്തി എന്നെ ഒന്ന് ജയിപ്പിക്കണം. മനസ്സിലായോ? എന്താണ് നമ്മുടെ ചിഹ്നം? അപ്പൊ ഇത് കൊടയാണ്. ഇത് ഇവിടെ ഞാൻ വെക്കാം. അവിടെ വെക്കണ്ട. എന്നാ ഞാർക്ക് കൊട വെക്കുന്നിട്ട് വഴി വെക്കുന്നതല്ല. അല്ലെന്ന്. ഇത് ചിഹ്നമാ അപ്പച്ചാ. ഇത് ചിഹ്നമാ. മനസ്സിലായോ? അപ്പൊ ഞാൻ ഇതോടെ വെച്ച് ഇത് നോക്കി വന്ന അവിടെ കുത്തിയാ മതി. വേറെ കാര്യം ഞാൻ പറയട്ടെ. എനിക്ക് ഇങ്ങോട്ടൊന്നും സൈഡൊന്നും മാറി തന്നെ മോനെ. ഞാനൊന്ന് കാണട്ടെ. എനിക്ക് ഞങ്ങൾ ചില സമയത്ത് അങ്ങ് കലിയിച്ച് കയറും അങ്ങ്. ഞാനൊരു കാര്യം പറയട്ടെ. ഞാനെന്നങ്ങ് പോവട്ടെ. ഞാനങ്ങ് പൊക്കോട്ടെ. അപ്പൊ നിനക്ക് വോട്ട് വേണ്ടേ? എനിക്ക് വോട്ടും വേണ്ട, ഒന്നും വേണ്ട. ഇത് ശരിയാകത്തില്ല. ഇത് നോമിനേഷനൊക്കെയാ. എന്നതാണ് ഞാൻ നിൽക്കുന്നില്ല. ഇത് ഭേദം വോട്ട്. എന്തിനാ വോട്ട്? ഞാന് ഇനി ഇവിടെ വരത്തില്ല. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വരത്തില്ല. പോരെ, ഞാൻ വോട്ടിൽ നിൽക്കുന്നില്ല. മനസ്സിലായല്ലോ? അപ്പൊ വോട്ടോ? പോട്ടെ.